ഏത് സംഗമമാണ് യഥാർത്ഥ സംഗമം? പമ്പയിൽ നടന്ന സംഗമമോ പന്തളത്ത് നടന്ന സംഗമമോ? രണ്ടും സംഗമം തന്നെ ആയിരുന്നു. രണ്ടും ശബരിമല അയ്യപ്പന്റെ പേരിൽ തന്നെയായിരുന്നു. ഒന്ന്, കാനനവാസനെ പന്തളം രാജാവിന് എവിടെ നിന്ന് കിട്ടിയോ അവിടെ വച്ച് നടന്നു, പമ്പയുടെ തീരത്ത്. രണ്ടാമത് നടന്ന സംഗമം അയ്യപ്പൻ എവിടെയാണോ കളിച്ചു വളർന്നത് ആ മണ്ണിലാണ് രണ്ടാമത്തെ സംഗമം നടന്നത്. എന്താ ഇതിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഒന്നാമത് പമ്പയിൽ നടന്ന സംഗമം അതൊരു ഔദ്യോഗിക സംഗമമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 75-ാം വർഷം സർക്കാർ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സർക്കാർ ഭരണത്തിന്റെ ഒരു വലിയ ക്രെഡിറ്റ് ആയി കൊണ്ടുവന്നു. ഞങ്ങൾ ഹിന്ദുമത വിശ്വാസികളെ, ശബരിമല അയ്യപ്പനെ ഞങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല. ശബരിമല മലയാളത്തിന്റെ ഒരു വികാരമാണ്. ഇക്കാര്യത്തിൽ CPM-കാരെല്ലാം രോമാഞ്ചം കൊണ്ടു, MV ഗോവിന്ദൻ അടക്കം. അവിടെ ആളില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്. MV ഗോവിന്ദന് ഈ സാങ്കേതിക കാര്യങ്ങൾ അത്ര വശമില്ലാത്തത് കൊണ്ട് സമീപകാലത്ത് നമ്മൾ AI എന്നൊക്കെ കേൾക്കുന്നത് ചുമ്മാ വിളിച്ചു കൂവിക്കൊണ്ട് നടന്നു. പണ്ടേ CPM-കാര് ഈ സാങ്കേതിക വിദ്യക്ക് എതിരായിരുന്നു. നമുക്കറിയാം, കമ്പ്യൂട്ടറിനെതിരെ നടത്തിയ സമരം ഇപ്പോഴെന്താണ്? അതില്ലാതെ അവർക്ക് ജീവിക്കാനും കഴിയാത്ത അവസ്ഥ. പമ്പയിൽ ആളില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ കാര്യമാണ്. കാരണം ഇതിന് പോകണമെന്ന് ആഗ്രഹിച്ചവർക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സൈറ്റ് അവർക്ക് ഓപ്പൺ ആകുന്നില്ലായിരുന്നു. ഇവരുടെ പാർട്ടി വഴി കുറെ ആൾക്കാരെ എത്തിച്ചു. മുഴുവൻ പേരെ അവിടെ എത്തിക്കും എന്നാണ് കരുതിയത്. പക്ഷെ പാർട്ടി പ്രവർത്തകർ പോലും എല്ലാവരും അവിടെ എത്തിച്ചേർന്നില്ല. സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും ഒക്കെ നാമമാത്രമായിട്ട് ചിലരൊക്കെ എത്തി. സിംഗപ്പൂരിൽ നിന്നെത്തിയ 1-2 പേര് ഒന്നാമത്തെ വേദിയിൽ ഈ ശബരിമല മാസ്റ്റർ പ്ലാനുമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ ആ 3 വേദികളിലും സജീവമായി നിന്ന ഒരാളാണ്, അതുകൊണ്ടാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അവരെത്തിയിട്ട് പോലും മറ്റു ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ളവരും മറ്റു പല വകുപ്പുകളിലുള്ളവരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആള് കൂട്ടാൻ വേണ്ടി പലരും അവിടെ എത്തുമ്പോൾ ഈ സർക്കാർ ജീവനക്കാരും ദേവസ്വം ജീവനക്കാരും എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവർ കഴുത്തിലെ ബാഡ്ജങ്ങ് മാറ്റി വെക്കണ്ടേ? അത് മാറ്റിവെക്കാതെ അതും തൂക്കി ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് ദേവസ്വം ജീവനക്കാരാണ്. പത്തനംതിട്ട ജില്ലയിലെ സകല ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ജീവനക്കാര് രാവിലെ 10 മണിക്ക് തന്നെ അവിടെ എത്തണമെന്നായിരുന്നു അവരോട് കൊടുത്ത നിർദ്ദേശം. അങ്ങനെ അവരെല്ലാം ഓടിച്ചാടി അവിടെ എത്തി ഹാള് നിറയ്ക്കാൻ. എന്നിട്ടും ഹാള് നിറഞ്ഞില്ല, അത് വേറെ കാര്യം. ഇവർ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റിനെ കുറിച്ചും ഈ പിൽഗ്രീം ടൂറിസത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യണമെങ്കിൽ അവിടെ പമ്പയുടെ തീരത്തൊന്നും വേണമെന്നില്ല. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലോ അല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള അതിന്റെ അധീനതയിലുള്ള മസ്കറ്റ് ഹോട്ടലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ ഹോട്ടലുകളിലോ വിളിച്ചുകൂട്ടാമായിരുന്നു. ഇതിലെ ഓരോ രംഗത്തും പ്രാവീണ്യം നേടിയവരെ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ 2-3 വനിതാ പ്രൊഫസർമാർ വന്നിരുന്നു. അവർ ചെറുപ്പകാലത്ത് എന്തോ ശബരിമല കണ്ടിട്ടുള്ളതേ ഉള്ളൂ. സമീപകാലത്തൊന്നും അവർ ശബരിമല കണ്ടിട്ടില്ല. ശബരിമല കാണാത്ത അവർ മാസ്റ്റർ പ്ലാനും ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. ശബരിമല കാണാത്ത ഒരാൾക്ക് എങ്ങനെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും? അങ്ങനെ അത് അവരവിടെ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കിയത്, സകല ഇടങ്ങളിലെയും മാസ്റ്റർ പ്ലാനുകൾ എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ്. ശബരിമലയുടെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് മറ്റ് പല ഇടങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്.
കാനനമാണ്, കൊടുംവനമാണ്. പൊന്നമ്പലമേട് ഉൾപ്പെടുന്ന 18 മലകളും കൊടുംവനമാണ്. അതിഭീകരമായിട്ടുള്ള വന്യമൃഗങ്ങളും മറ്റും വസിക്കുന്ന ടൈഗർ റിസർവ് കേന്ദ്രമാണ് ഈ ശബരിമല വനം എന്ന് പറയുന്നത്. അത് ആ മണ്ണാറക്കുളഞ്ഞി ചാലക്കയം പമ്പ റോഡിലെ ഏതാണ്ട് ളാഹ കഴിഞ്ഞ് ആങ്ങമ്മൊഴി മുതൽ വനപ്രദേശം ആരംഭിക്കുകയാണ്. അവിടെ നിന്ന് അയ്യപ്പന്റെ പൂങ്കാവനവും ആരംഭിക്കുകയാണ്. പ്ലാപ്പള്ളിയും ഇലവങ്കലും നിലയ്ക്കലും ചാലക്കയും ഒക്കെ തന്നെ കൊടും വനമാണ്. അതിന് നടുവിലൂടെ ടാറിട്ട റോഡുണ്ടെന്നേ ഉള്ളൂ. തീർത്ഥാടക കാലമല്ലാതെയുള്ള അവസരങ്ങളിൽ പോകുമ്പോൾ ഇരുവശങ്ങളിലും ആന കടുവ പോലെ ഇറങ്ങുന്നുണ്ട് എന്നാണ് വനം വകുപ്പിലെ ചില ജീവനക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളെ ആ തരത്തിൽ തന്നെ സംരക്ഷിക്കണം. ശബരിമലയെ പരിസ്ഥിതി സൗഹൃദമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് പന്തളത്ത് നടന്ന സംഗമം പറയുന്നത്. അത് ബദൽ സംഗമമല്ല, ഭക്തജനങ്ങളുടെ സംഗമമാണ്. സ്ത്രീജനങ്ങൾ ഏറ്റവും അധികം ഒത്തുകൂടിയ സംഗമമാണ്. അയ്യപ്പൻ കളിച്ചു വളർന്ന മണ്ണിൽ നടന്ന ആ സംഗമം. അവിടെ ഇപ്പോഴും പന്തളം കൊട്ടാരവും പന്തളം വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രവും ആ തിരുവാഭരണം മകരം 1 ശബരിമലയിൽ ചാർത്തുന്ന തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് പന്തളം കൊട്ടാരത്തിലെ സ്ട്രോങ് റൂമിലാണ്. അപ്പൊ ഇങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള പന്തളത്ത് ജനങ്ങൾ അയ്യപ്പ ഭക്തർ ഒത്തുകൂടിയതില് സർക്കാരിന് അല്ലെങ്കിൽ CPM-കാർക്ക് അസഹിഷ്ണുത ഉണ്ടായിട്ട് കാര്യമില്ല. അതവിടെ പ്രത്യേക ഇൻവിറ്റേഷൻ കൊടുക്കാതെയോ അല്ലെങ്കിൽ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തോ ഒന്നും അല്ല അവിടെ എത്തിയത്. ഇങ്ങനെ ഒരു അയ്യപ്പ ഭക്ത സംഗമം ഉണ്ട് എന്ന് കേട്ടറിഞ്ഞ് ഓടിയെത്തിയവരാണ്. നമുക്കറിയാം 2018 യുവതീ പ്രവേശ വിഷയ സമയത്ത് ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരി, തിരുവല്ല, അതുപോലെ പന്തളം, അടൂർ, പത്തനംതിട്ട, നിലയ്ക്കൽ, വടശ്ശേരിക്കര, പെരുന്നാട് ഭാഗങ്ങളിൽ ഉണ്ടായ നാമജപഘോഷയാത്ര എന്ന് പറയുന്നത് ഒരു തരത്തിലും നോട്ടീസ് അടിച്ച് മുൻകൂർ അറിയിക്കാതെ തന്നെ ഓടിയെത്തിയവരാണ്. ശബരിമലയുടെ സംരക്ഷകരായിട്ട് ഈ പന്തളത്ത് നടന്ന യഥാർത്ഥ സംഗമം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സംഗമം ആണ്ടുതോറും നടത്താവുന്നതാണ്. പന്തളത്ത് ശബരിമലയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം തന്നെ പന്തളത്തിന് അയ്യപ്പ ഭക്തർ കാണുന്നുണ്ട്. പന്തളത്ത് നിന്ന് തിരുവാഭരണം ശബരിമലയിലേക്ക് പുറപ്പെടുന്ന അവസരത്തില് അവിടം മുതൽ സന്നിധാനം വരെ പോകുന്ന പാതകളിൽ ഇരുവശവും കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥ ഭക്തജനങ്ങളാണ്. ആ ഭക്തജനങ്ങൾ ഒരിക്കലും ശബരിമലയിൽ വികസനം വേണം എന്നല്ല ആവശ്യപ്പെടുന്നത്. ശബരിമല നിത്യപൂജയുള്ള ഇടമല്ല. പിണറായി വിജയൻ ഇത്തരത്തിലൊരു സംഗമം നടത്തിയതിന് പിന്നിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വീണ്ടും 3ാം വട്ടം അധികാരത്തിൽ വരികയാണെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത് ശബരിമല ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനുള്ളതാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് പോകും. ഇതാണ് 2018 യുവതീ പ്രവേശത്തിന് മുമ്പ് പിണറായി വിജയൻ അവിടെ പ്രവേശിച്ചപ്പോൾ എടുത്ത തീരുമാനം. അത് ശബരിമലയെ ആ ആത്മീയമായിട്ടുള്ള ഒരു ഔന്നത്യത്തെ പിണറായി വിജയൻ തകർക്കാനുള്ള ഒരു ശ്രമമായി ആണ് അതിലൂടെ കാണുന്നത്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പന്തളത്ത് നടന്ന മാതിരിയുള്ള സംഗമം ഇനിയും ഇവിടെ ആവശ്യമാണ്.